ഇത് ഫസ്റ്റ് മിക്സിംഗ് ആയി നടക്കാൻ പോകുന്നത്. ചകിരിച്ചോറ് ഇട്ടു, അതിന് മുകളിൽ കോഴിവളം നമ്മൾ ഇട്ടു. അപ്പോൾ ഇത് മൊത്തം കവർ ചെയ്ത് നമ്മളിങ്ങനെ വെച്ച്. എല്ലാവർക്കും നമസ്കാരം. പൂക്കുളത്തിലെ ഗിരി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വളം മിക്സിങ്ങിൻ്റെ പ്രോസസ്സാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഇത് ബാക്കിലുള്ളതാണ്. ഇത് ജൈവവളമാണ്. ഈ ജൈവവളം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം പപ്പ അത് കൂടുതലായിട്ട് പറഞ്ഞു തരും. പപ്പയാണ് കൂടുതൽ കൃഷിയെ ആധികാരികമായിട്ട് അറിയുന്നതും കൂടുതൽ വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് പപ്പയ്ക്ക് ആയതുകൊണ്ട് പപ്പ അത് വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, നമ്മൾ ജൈവവളം നിർമ്മിച്ച് അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ഇത് നമ്മൾ ചകിരിവളം കമ്പോസ്റ്റാക്കി നിർമ്മിക്കുന്നതിൻ്റെ ഇതാണിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ 2 മാസം കഴിഞ്ഞു. നമ്മൾ ഈ ചകിരിവളം ഇതിൻ്റെ കൂട്ടിയിട്ടിട്ട് ഇത് ഫസ്റ്റ് മിക്സിംഗ് ആയി നടക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, 2 മാസം മഴയായതിൻ്റെ പേരിൽ ഇത് മിക്സ് ചെയ്യാൻ കുറേ താമസിച്ചു പോയി. അപ്പം നമ്മൾ ആദ്യത്തെ മിക്സിംഗ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലത്തെ ഷീറ്റ് മാറ്റുകയാണ്. ഇപ്പം ഇങ്ങോട്ട് വലിച്ചിട്ടെ. കയറ്റി വലിക്കേ. അത് കാര്യം ചെയ്യും. ഇങ്ങോട്ട് മറിക്കാം കേട്ടോ. ഇതാ ഇങ്ങോട്ട് മറിച്ചോ. അങ്ങോട്ടല്ലേ ഇതാക്കുന്നു. ഇതിനകത്ത് വിരിച്ചിരിക്കുന്ന ഷീറ്റ് നമ്മൾ നിവർത്തി ഇടുകയാണ്. ഷീറ്റ് നിവർത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുള്ളുതൂമ്പ ഉപയോഗിച്ചിട്ട് ഇത് നമ്മൾ ഇളക്കാൻ പോവുകയാണ്, മിക്സ് ചെയ്യാൻ പോവുകയാണ്. നിറഞ്ഞു നിന്നോ പാവാ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാൻ പോവാണ്. അത് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ജോയിൻറ്റ് ചെയ്യണം. ഇത് മിക്സ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ വളത്തിന് ശരിയായ കൂട്ട് വരികയുള്ളൂ. നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നത് ചകിരിച്ചോറ്, കോഴിവളം വെച്ചാൽ മുട്ടക്കോഴിയുടെ വളമാണ്. നമ്മൾ സാധാരണ ഇറച്ചിക്കോഴിയുടെ വളം ഉപയോഗിക്കാറില്ല. അതിൻ്റെ കൂടെ ചാണകത്തിൻ്റെ സ്ലറി ഉപയോഗിക്കാറുണ്ട്. കൂടാതെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കമ്പോസ്റ്റർ എന്ന സാധനമാണ്. അതാണ് ഇതിൽ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ. പിന്നെ നമ്മൾ ചവറ്, പച്ചില ഇതിനകത്ത് ചേർക്കുന്നുണ്ട് വളത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടി. നമ്മളിത് 4-5 വർഷമായിട്ട് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളം മിക്സിംഗ് ആണ്. കൊണ്ടുപോയവർക്കൊക്കെ നല്ല അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഓരോ ബെഡ് പൊളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ സാധനങ്ങൾ പെട്ടെന്ന് ആൾക്കാർ ചോദിച്ച് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ഇത് മിക്സ് ആക്കണം. ഇങ്ങനെ കോഴിവളം, പച്ചില, ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. അത് വളത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് സാധാരണ ഒരു കൃഷിക്കാരൻ നോക്കി കാണുമ്പോൾ ഇത് ചകിരിച്ചോറല്ലേ എന്ന് പറയും. പക്ഷേ ഇതിനകത്ത് കോടാനുകോടി ബാക്ടീരിയകളാണ് ഇതിനകത്തുള്ളത്. ഇത് എപ്പോഴും ഈ വളത്തിന് ഈർപ്പം നിലനിർത്തിക്കൊണ്ട് പോകാൻ. ഈർപ്പം ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഈ വളത്തിൻ്റെ ഈ ബാക്ടീരിയ നശിച്ചു പോവും. അപ്പോൾ അതിൻ്റെ ഗുണമേന്മ അതോടൊപ്പം നഷ്ടപ്പെടുന്നതാണ്. ഇത് മൊത്തം ഇളക്കി മറിക്കാനായിട്ട് ഒരു 3-4 മണിക്കൂർ വേണ്ടി വരും. 15 ദിവസം കൂടുമ്പോൾ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇത് മിക്സ് ചെയ്യേണ്ടത്. നമുക്ക് ഈ പ്രാവശ്യത്തെ മഴയുടെ കൂടുതലുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. 2 മാസമായി ഇപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടിട്ട്. നമ്മൾ നേരത്തെ വളം കൂട്ടുന്നതിനെ പറ്റി പറഞ്ഞു. ഇത് ആണ് അതിനകത്ത് ചേർക്കുന്ന ബയോ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. ഇത് ഫുള്ള് ബാക്ടീരിയകളാണ്. ഇത് ഇതിനകത്ത് പെരുകി വർദ്ധിച്ച് ഇതിനെ വളമാക്കി മാറ്റുകയാണ്. ചകിരിച്ചോറും കോഴിവളം എല്ലാം കൂട്ടിയിട്ട് ഇതിനകത്ത് വളമാക്കി മാറ്റുകയാണ്.
ഇത് ഇല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് ചകിരിച്ചോറ് തന്നെ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ കോഴിവളം തന്നെ ഉപയോഗിച്ചാൽ അത് നല്ല രീതിയിലൊരു ജൈവവളമായിട്ട് മാറത്തില്ല. അപ്പം ഇത് ശരിയായ രീതിയിൽ ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന ഈ ഒരു ജീവാണു അല്ലെങ്കിൽ ബാക്ടീരിയയാണ് ഇതിനകത്ത് പ്രവർത്തനം നടക്കുന്നത്. നമുക്കറിയാം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇട്ടപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി. അതാണ് രണ്ടാമത് ചേർക്കുന്നത്. അന്ന് മഴയായതിൻ്റെ പേരിൽ കുറച്ച് നമുക്ക് ചേർക്കാൻ സാധിച്ചില്ല. പെരുമഴയായിരുന്നു കൂട്ടിയ സമയത്ത്. അതാണ് രണ്ടാമതാണ് ഇപ്പോൾ ഞങ്ങൾ ചേർക്കുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ ഇളക്കുന്ന സമയത്താണെങ്കിലും ഇത് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇളക്കാൻ പറ്റാത്ത സൈസ് ചൂട് അതിനകത്ത് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നതാണ്. ആ ചൂട് മാറി സാധാരണ നിലയിലേക്ക് വരുമ്പോൾ മാത്രമേ ഇത് വിതരണത്തിന് തയ്യാറാകത്തുള്ളൂ. അപ്പോൾ അത് ചുരുങ്ങിയത് നമ്മൾ 2 മാസമാണ്. 15 ദിവസം കൂടെ നമ്മളിത് ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ 2 മാസം കൊണ്ട് വിതരണത്തിന് പറ്റും. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ലേറ്റ് ആകും തോറും അതിൻ്റെ ഗുണമേന്മ കൂടുകയാണ് ചെയ്യുന്നത്. അത് കുറയത്തില്ല. എപ്പോഴും നല്ലത് കുറച്ച് ഗുണമേന്മ കൂടിയ രീതിയിൽ കൊടുക്കുന്നതാണ്. ഇത് 2 ടൈപ്പ് ബാക്ടീരിയയാണ്. ഇത് രണ്ടിനകത്ത് 2 മീഡിയയിൽ ഇത് കൾച്ചർ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മളിത് കർണാടകത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഇത് ബയോ കമ്പോസ്റ്റാണ്. ഇത് ഇനി ഇത് 2 കൂടെ കൂടിയിട്ട് നമ്മൾ ഇതിനകത്ത് കൈകൊണ്ട് തിരുമ്പി യോജിപ്പിക്കണം. എന്നാലേ ഇതിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മളിതിപ്പം അഴിച്ചു തീരാൻ പോവുകയാണ്. അഴിച്ചു തീർന്നിട്ട് ഇതിപ്പോൾ നമ്മൾ യോജിപ്പിക്കും. കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് അത് ഇതിനകത്ത് നമ്മൾ വെതറി ഇട്ട് കൊടുക്കും. ഇപ്പം നമ്മൾ അവിടെ ഇപ്പോൾ ചകിരിച്ചോറ് കുറച്ചുകൊണ്ട് ചേർക്കാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട്. ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. നമ്മൾ 1 ടണ്ണ് ചകിരിച്ചോറിന് ഇത്ര ടണ്ണ് കോഴിവളം, അതിന് ആനുപാതികമായിട്ട് ബയോ കമ്പോസ്റ്റ് ചേർക്കണം. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് ചേർക്കുന്ന സംഭവങ്ങളാണ് ഈ ചവറ്, പച്ചിലകളും പിന്നെ വേപ്പും പിണ്ണാക്ക്, ചാണക, ബയോഗ്യാസ് സ്ലറി, ഇതെല്ലാം നമ്മൾ അഡീഷണലായിട്ട് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ഗുണമേന്മ കൂടുതൽ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഇത് വളം നമ്മൾ പെട്ടെന്ന് റിസൾട്ട് അറിയണമെങ്കിൽ നമ്മൾ പച്ചക്കറിക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ചയെ പെട്ടെന്ന് തന്നെ വളർച്ചയിൽ അത് കാണിക്കുന്നതാണ് ഏറ്റവും പെട്ടെന്ന്. കാരണം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കാണിക്കണം. ഇത് കൊണ്ടുപോയി ഉപയോഗിച്ചവരെല്ലാം നല്ല റിസൾട്ടും നല്ല ഇതുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മളോട് ആവശ്യപ്പെടുകയും കൂടുതൽ സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. സാധാരണ നമ്മൾ ഒരു ചെടി നടുമ്പോൾ ഉണക്കച്ചാണകം ചേർക്കും. ഉണക്കച്ചാണകം ചേർക്കുന്നതിനേക്കാളും നമുക്ക് ചെടികൾക്ക് കൂടുതൽ വേരുപടനം ഉണ്ടാകാനും മണ്ണിൽ ബാക്ടീരിയകൾ നല്ല മണ്ണിനെ സമ്പുഷ്ടമാക്കുന്ന ചെടികൾക്ക് അനുകൂലമായ അതിന് ഗുണപ്രദമായ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ വളത്തിലൂടെ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചാണകത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ചാണകമൊക്കെ ഉണക്കി പിടിച്ചതിനകത്ത് പുഴുക്കളും ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ചില ചെടികൾക്ക് അതൊക്കെ അത്ര സക്സസ് അല്ല. അപ്പോൾ ഇത് കൊണ്ട് ഒരു ദോഷം ഉണ്ടാകത്തില്ല. ചെടിക്ക് എപ്പോഴും ഗുണമേ ഉണ്ടാവുള്ളൂ. ഇപ്പം തെങ്ങിനും കവുങ്ങിനും എല്ലാ വിളകൾക്കും യോജിച്ചൊരു സമ്പൂർണ്ണ ജൈവവളമാണ്. അത് നമ്മുടെ ഇത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി ഉപയോഗിക്കുന്നവരുടെ അനുഭവങ്ങളാണ് നമ്മൾ ഇത് കൂടുതൽ ഇത് നിർമ്മാണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ സാധാരണ ഒരു ബെഡ് നിർമ്മിച്ച് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ 200 ചാക്ക് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഒന്ന് തീരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ബെഡ് ഇട്ട് കഴിഞ്ഞിരിക്കും. അത് ഇപ്പോൾ ഈ ബെഡ് തീർന്ന് ഇത് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അടുത്ത പുതിയതായിട്ടുള്ള നമ്മൾ ഇതിൻ്റെ പുതിയ പ്രോസസ്സിങ് തുടങ്ങും. എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ചില സമയത്ത് ആവശ്യക്കാർ കൂടുതൽ വരുമ്പോൾ നമുക്ക് അതിന് ലഭ്യത കുറവായിരിക്കും, കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളത് ഇത് ചെയ്യണമെങ്കിൽ കാലാവസ്ഥ അനുകൂലമായിരിക്കണം. കാലാവസ്ഥ അനുകൂലമായിരുന്നാൽ മാത്രമേ നമുക്കിത് ശരിയായ രീതിയിൽ ഇത് നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ വളം നിർമ്മിക്കുമ്പോൾ ഈർപ്പം നിലനിൽക്കണം. ചില സമയത്ത് കോഴിവളമാണ്, അത് ചൂട് കൂടുതലാണ്, ഈർപ്പം ഇതിനകത്ത് കുറയും. അപ്പം നമ്മൾ ജലസേചനം വെള്ളം തളിച്ച് അതിൻ്റെ ആ ഈർപ്പം നിലനിർത്തിക്കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇത് മിക്സിംഗ് ആയി. ഇത് ഇനി നമ്മൾ അതിന് മേലെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ
ചകിരിച്ചോറിട്ട് അതിന് മേലെ കോഴിവളം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ കോഴിവളം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ അതിൻ്റെ ബാക്ടീരിയ ബയോ കമ്പോസ്റ്റ് എന്ന സാധനം അതിൻ്റെ മേലെ വിതറി നമ്മൾ ബാക്കി ഇറക്കാനുള്ളത് അതിൻ്റെ മേലേക്ക് ഇട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ നടപടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5 മണിക്കൂറോളം എടുക്കും. ഇത് മിക്സ് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് ഇതിലേക്ക് വരണമെങ്കിൽ അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്താൽ മാത്രമേ ഇത് ശരിയായ രീതിയിൽ നമുക്ക് വിതരണത്തിനായിട്ട് നമുക്ക് തയ്യാറാകത്തുള്ളൂ. അപ്പോൾ ഒരു 4 പ്രാവശ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പാക്ക് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഇനിയിപ്പോൾ ഒരു മാസം കൂടെ മിനിമം ഞങ്ങൾക്ക് ഇത് വേണം ഇത് വിതരണത്തിനായിട്ട് തയ്യാറാകാൻ. നമ്മൾ ചകിരിച്ചോറിട്ടു, അതിന് മുകളിൽ കോഴിവളം നമ്മൾ ഇട്ടു. അതിനുശേഷം നമ്മൾ ബയോ കമ്പോസ്റ്റ് ഇതിന് മുകളിൽ വിതറുകയാണ്. ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ബയോ കമ്പോസ്റ്റാണ്. ഈ ബയോ കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഈ ജൈവവളം ശരിയായ രീതിയിൽ മണ്ണിന് ഗുണപ്രദമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത്. മുഴുവൻ ബാക്ടീരിയയാണ്. ഇത് മണ്ണിന് നമ്മുടെ കൃഷിക്ക് ആവശ്യമായ ബാക്ടീരിയകളാണ് ഇതിനകത്തുള്ളത്. ഇത് ഡെവലപ്പ് ഈ ചകിരിച്ചോറിലൂടെ ഈ കോഴിവളത്തിലൂടെ ഡെവലപ്പ് ചെയ്തിട്ടാണ് കൃഷിക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇത് ഇളക്കി എല്ലാം ജോയിൻ്റ് ആക്കിയ ശേഷം അതിന് ഈർപ്പം കുറവാണ്. ഈർപ്പം കുറവായതിൻ്റെ പേരിൽ നമ്മൾ രണ്ടാമതിപ്പം വെള്ളം തളിച്ച് അത് ഈർപ്പം ക്രമീകരിക്കുകയാണ്. അതാണിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈർപ്പം നിലനിർത്തി ഇത് വെള്ളം തളിച്ച ശേഷം നമ്മൾ വീണ്ടും അത് പ്ലാസ്റ്റിക് ഇട്ട് മൂടി അത് കയറ്റി കെട്ടി ക്ലിയർ ആയിട്ട് വെക്കും. പിന്നെ ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഓപ്പൺ ആക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇതിൻ്റെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളത് മൂടിയിടാൻ പോവുകയാണ്. ഇത് മൊത്തം ഇത് കവർ ചെയ്യണം, വായു കടക്കാണ്ട്. ഇത് വലിച്ചു അപ്പോൾ ഇത് കാറ്റ് കാരണം നമുക്ക് ആ ഒരു ഇതിലുള്ള ഇപ്പോൾ താത്തി പിടി. അപ്പോൾ ഇത് മൊത്തം കവർ ചെയ്ത് നമ്മളിങ്ങനെ വെച്ച് കയറിട്ട് കെട്ടി വായു കിടക്കാത്ത രീതിയിൽ നമ്മളാക്കി വെച്ച ശേഷം ഒരു 15-20 ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മളിത് ഓപ്പൺ ആക്കും. മറ്റൊരു ഷീറ്റ് കൊടുക്കും. ആ ഷീറ്റും കൂടെ എടുത്ത് പൊത്തണം കേട്ടോ. കയറ് ഇപ്പോൾ കാറ്റ് കാരണം നമുക്കിപ്പോൾ ഒന്നും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പെട്ടെന്ന് ഇത് ഫൈനലായപ്പോഴത്തേക്ക് ഒരു കാറ്റ് എവിടെന്നോ എങ്ങെന്നോ വന്നെന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങളതുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഇതിങ്ങനെ കെട്ടിവെച്ചാൽ മാത്രമേ ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ കാറ്റ് കയറാതെ ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കത്തുള്ളൂ. അതിൻ്റെ ശ്രമങ്ങളാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വേറെ ഷീറ്റും കൂടി ഇട്ടിട്ട് ആണ് കയറ് കെട്ടുന്നത്. ഇതിപ്പോൾ നമുക്ക് കാറ്റ് നമുക്ക് അനുവദിക്കുന്നില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇല്ല, അതാ വലിയ ഷീറ്റ് ഇടാം. ഇനി ഞങ്ങൾക്കൊരു ഷീറ്റും കൂടെ ഇടാനുണ്ട്. ആ ഷീറ്റും കൂടി ഇട്ട് കവർ ചെയ്താൽ ഇന്ന് ഫിനിഷിംഗ് ആയി. ഇനി ഞങ്ങളൊരു 15-20 ദിവസത്തിന് ശേഷം വീണ്ടും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഞങ്ങളിത് വീണ്ടും ഇത് തുറന്ന് ഇത് മിക്സിങ് ആക്കും. അതിനുശേഷം വിതരണം ചെയ്യാനായിട്ട് വിതരണത്തിന് തയ്യാറാവും എന്ന് വിശ്വസിക്കുന്നു. താത്തിയിട്, ഈ തെങ്ങിൻ്റെ അവിടെ താത്തിയിട്ട് അടിയിൽ പിടി. ആ, അവിടെ പിടി. ഇത് നമ്മൾ അവസാനമായിട്ട് മൂടുന്നതാണ്. ഇതോടെ ഇതിൻ്റെ നമ്മൾ ഇന്നത്തെ ജോലി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി വേറെ കാണിച്ചു തരാം. ഇത് ഞങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായി ഇരിക്കുന്ന ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തയ്യാറാക്കിയ ബെഡാണ്. അത് ഇവിടം മുതൽ അവിടം വരെ ഉണ്ട്. ഇവിടെ നിന്നെല്ലാം ഞങ്ങൾ എടുത്തു പോയതാണ്. ഇപ്പോൾ ഫൈനലായിട്ട് ഒരു കുറച്ചും കൂടെ എടുത്താൽ ഇത് തീരുന്നതാണ്. ഇതിൻ്റെ ഫൈനലായിട്ടുള്ളത് കാണിച്ചു തരാം.
ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള സാധനം. ഇത് നല്ല കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കും. ഇത് ആണ് നമ്മൾ ചെടികൾക്ക് ഇപ്പം വളമായിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഈ രീതിയിലേക്ക് മറ്റേത് പ്രോസസ്സിങ് ആയി കഴിയുമ്പോൾ അത് ഞങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡൗട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.